സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന വേദിയിൽ സംഘർഷം. മികച്ച സ്കൂളിനുള്ള രണ്ടാം സ്ഥാനത്തേക്ക് സ്പോർട്സ് സ്കൂളിനെ പരിഗണിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പ്രതിഷേധ സൂചകമായി കായികമേള കോതമംഗലം മാർബേഴ്സിൽ ബഹിഷ്കരിച്ചു. അതേസമയം ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന കായികമേളയിൽ വേർതിരിവുകളില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വതി, വലിയ സംഘർഷം ഈ സമാപന സമ്മേളനത്തിനൊടുവിൽ സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിന് വ്യക്തമായൊരു മറുപടി വിശദീകരണം വിദ്യാഭ്യാസ മന്ത്രി നൽകി കഴിഞ്ഞല്ലോ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് വലിയ പ്രതിഷേധ വേദിയാവുകയാണ് ചെയ്തത്. ഈ സ്കൂളുകളിലെ അത്ലറ്റിക് മീറ്റിലെ മികച്ച സ്കൂളിനുള്ള ട്രോഫി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും പ്രശ്നങ്ങളുണ്ടായത്. കോഴിക്കോട് ജില്ലയിലെ നാവാമുകുന്ദ സ്കൂളും എറണാകുളം ജില്ലയിലെ കോതമംഗലം മാർബേസിൽ സ്കൂളുമാണ് ഇത്തരം പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത്. GB രാജ സ്പോർട്സ് സ്കൂളിന് മികച്ച സ്കൂളുകളിൽ രണ്ടാം സ്ഥാനം നൽകിയതിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുയർന്നത്. അതായത് സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ സാധാരണ ജനറൽ സ്കൂളുകളുമായിട്ട് കൂട്ടിക്കുഴച്ച് ഇത്തരത്തിൽ പോയിന്റ് നില നിശ്ചയിച്ചതിലാണ് ഈ പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധം വളരെ ശക്തമായിരുന്നു. മന്ത്രിമാർ അടക്കം വേദിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കുട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാത്രമല്ല, ഇത് തടയാൻ ശ്രമിച്ച പോലീസുമായിട്ട് കുട്ടികൾ ഉന്തും തള്ളുമുണ്ടായി. കുട്ടികളുടെ മുഖത്തടിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പോലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് പോലീസിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസിൻ്റെ വിശദീകരണം, പ്രാഥമികമായ വിശദീകരണം ഇങ്ങനെയാണ്: കുട്ടികളായിട്ട് തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. ഒരു ലാത്തി പോലും അവർ ഈ ഡ്യൂട്ടി സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് ACP വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് മാർബേസിൽ സ്കൂൾ അടക്കം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടായില്ല എങ്കിൽ നാഷണൽ ഗെയിംസുകളടക്കം ബഹിഷ്കരിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്.